ഹായ് ഗായ്സ്. ഒരു ഇന്ന് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരു വീട്ടിൽ 6 പേരുണ്ട്. ഒരു ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, 2 ചിൽഡ്രൻസ്, ഗ്രാൻഡ് പാരൻസ്, ഇത്രയും പേരുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഒരു ഇന്ന് വിസിറ്റ് ചെയ്തൊരു വീടാണ്. അപ്പോൾ അതിൽ ഒരു ഗുരുതര രോഗവുമായിട്ട് കഷ്ടപ്പെടുവാണ് ഈ ഗ്രാൻഡ് പാരൻസിലൊരാൾ. അപ്പം അവർക്കൊരു 20 lakhs ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. എന്തോ വസ്തുവകകളൊക്കെ പ്രോപ്പർട്ടി വിറ്റിട്ടങ്ങാണ്ട്. എന്നിട്ട് അതവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ അത് ഈ അസുഖത്തിന് വേണ്ടിയിട്ട് പകുതിയോളം ചിലവാക്കി. അപ്പോൾ ആകെയുള്ള ഏർണിംഗ് മെമ്പർ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ഈ മകൻ മാത്രമാണ്. അപ്പോൾ ഇനി ഇവരുടെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ക്രോണിക് ഡിസീസുമാണ്. അപ്പോൾ ഇവർക്ക് ഫ്രീ സർവീസസ് എവിടെയൊക്കെ കിട്ടുമോ അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവരോട് ഞാൻ പറഞ്ഞു ഒരു ഹെൽത്ത് പോളിസി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഇറ്റ് വിൽ കോസ്റ്റ് അറൗണ്ട് ഒരു 30,000 വരും. അപ്പോൾ ഇപ്പോൾ അവർക്കെന്ത് എടുക്കാൻ താല്പര്യമില്ല. അപ്പം ഇറ്റ്സ് ലൈക്ക് ഇഫ് സംതിങ് ഹാപ്പൻസ് ടു എന്തെങ്കിലും ആ ഏർണിംഗ് മെമ്പറിന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനം, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്, വരുമാനം നിന്നു. അപ്പം എഗെയിൻ ഈ ആകെയുള്ള ഡെപ്പോസിറ്റും കൂടെ പോയി. പക്ഷേ ഈ കിടക്കുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് അവരെന്തെങ്കിലും എടുത്തൊരു പോളിസി എടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്കത് ഫ്യൂച്ചറിൽ പ്രയോജനപ്പെടും. പക്ഷെ ഞാൻ എത്ര പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് തരാം. എനിക്കൊരു 30 വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെ ഒരു കുട്ടിയുണ്ട്, റിലേറ്റീവാണ്. അപ്പം അവൾക്ക് ഈ സ്റ്റാർ ഹെൽത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പോളിസീസ് എടുക്കണം. അപ്പം ഷീ ആസ്ക് മീ വെദർ ചേച്ചി ഒരു പോളിസി എടുക്കാം. ഐ സേ ഓക്കെ. പക്ഷെ അത് നല്ലൊരു മൊമെൻ്റായിരുന്നു, നല്ലൊരു കാര്യമായിരുന്നെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് സ്ട്രഗിൾസുമായിട്ടൊക്കെ ഞാനൊരു 2-3 ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, പിന്നെ ഒരു മെഡിക്കൽ റപ്പായിട്ട് വേറൊരിടത്ത് ഇങ്ങനെ കുറച്ച് പാർട്ട് ടൈം ജോബ്സുമായിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്. അവർക്ക് പേ ചെയ്ത റെൻറ്റ് കൊടുക്കണം, പിന്നെ കുട്ടിയെ നോക്കുന്ന ചേച്ചിയുടെ പേയ്മെൻറ്റ്സ്, വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം ഈ പാർട്ട് ടൈം ജോബ്സ് കൊണ്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് വൈറ്റമിൻ ഡി എന്നെ ചീറ്റ് ചെയ്തത്. വൈറ്റമിൻ ഡി ചീറ്റ് ചെയ്ത് എനിക്ക് സ്കോളിയോസിസും ക്യാൻസറും വന്നു. റിസർച്ചേഴ്സ് പറയുന്നുണ്ട് ഈ സ്കോളിയോസിസിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി, എല്ല് വളഞ്ഞു പോകുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ തൈറോയ്ഡ് ക്യാൻസറും. റിസർച്ചേഴ്സ് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്തൊക്കെ എനിക്ക് 3 ജോലിയും ചെയ്യാൻ പറ്റാണ്ടായി. എൻ്റെ വരുമാനം കുറഞ്ഞു. ആൻഡ് ദർ വാസ് നോബഡി ടു അങ്ങനെ പർട്ടിക്കുലറായി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരും അപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ RCC പോയി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തത് കഴിഞ്ഞു. ജോലിയില്ല സമയത്ത് അപ്പോഴാണ് ഈ അടുത്ത് നമുക്ക് എടുക്കേണ്ടത് അയഡിൻ എടുക്കണം. അയഡിൻ എടുക്കാൻ അറൗണ്ട് 1,50,000 സംതിങ് ലൈക്ക് ദാറ്റ് വേണം. ആ സമയത്തപ്പോൾ നമ്മൾക്ക് ഇവർ തൈറോണോം ഇത് ഞാനിപ്പോൾ എടുക്കുന്നത് 150 ആണെങ്കിൽ അവർ പറയും നമ്മളോട് 28 ഡേയ്സിന് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ഇത് നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത അയഡിൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നിർത്തിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് ഭയങ്കര ഡിപ്രസ്ഡായി. ഒരു വെപ്രാളം, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞ് 28 ഡേയ്സ് കഴിഞ്ഞു, 30 ഡേയ്സ് കഴിഞ്ഞു, 32 ഡേയ്സ് ആയി. അയഡിൻ ഇവിടെ കിട്ടാനില്ല. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. അന്ന് എന്തൊക്കെയോ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് ഈ ഫ്ലൈറ്റുകളുടെ എന്തോ പ്രശ്നം വരുന്നുണ്ട്, അയഡിൻ വരുന്നില്ല. ഈ സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ അയഡിൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ഇപ്പം നമ്മൾ ജീവൻ കിട്ടാൻ വേണ്ടി ഓടുവാണ്. അങ്ങനെ കയ്യിലൊരു 5,000 റുപ്പീസുമായിട്ട് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വേറെ ആരുമില്ല എൻ്റെ കൂടെ. 5,000 റുപ്പീസ് ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ അഡ്മിറ്റായി. സോ അവരെന്നെ അഡ്മിറ്റ് ചെയ്തു. നല്ല റൂമൊക്കെ തന്നു, അയഡിൻ തന്നു. പിറ്റേ ദിവസം രാവിലെ 1,00,000 രൂപയുടെ ബില്ലും തന്നു. ആൻഡ് എൻ്റെ പേഴ്സണകത്ത് ആകെ 5,000 രൂപ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് 1,00,000 രൂപ എനിക്ക് തരാൻ പറ്റിയ ആരും എൻ്റെ ചുറ്റിനില്ല. നമ്മൾക്ക് ഈ ക്യാൻസർ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വാട്സപ്പ് കോളുകളെല്ലാം ബ്ലോക്ക്ഡ് ആവും. പിന്നെ നമുക്ക് ഫോൺ കോൾസ് വരത്തില്ല. നമ്മളെ കണ്ടിട്ട് വാതിലടച്ചിട്ട് പോകുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ചാണക്യൻ പറയുന്നത് നമ്മളൊരു ഗുരുതര രോഗത്തിന് അടിമയാണെങ്കിൽ അത് പുറത്തു പറയരുതെന്നാണ് പറയുന്നത്. നമ്മുടെ സാമ്പത്തിക പരാജയങ്ങളും ഗുരുതര രോഗങ്ങളും പുറത്തു പറയരുതെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതറിയുമ്പോൾ വാതിലുകൾ നമുക്ക് മുമ്പിൽ അടയ്ക്കപ്പെടും. അത് അടയ്ക്കപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒന്ന് കേൾക്കണേ. അപ്പോൾ എന്നിട്ട് സ്റ്റാർ ഹെൽത്ത് പോളിസി ഡിനൈ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്നെ നല്ല ജയിലിലും കൊണ്ടിടുമായിരിക്കും. കാരണം എന്തെങ്കിലും പൈസ ഇല്ല കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ജീവൻ രക്ഷിച്ച് ആ ഐഡിയൻ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ആൻഡ് നമ്മളിതിനൊക്കെ ഓടി പോകുന്നതിൻ്റെ പുറകിലൊരു ഇതുള്ളത് നമ്മുടെ കുട്ടിയാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് മൊത്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സ്ത്രീകൾ. അതാണ് എനിക്ക് ഇന്നും 2 ആത്മഹത്യ കേട്ടു. അതിൻ്റെ കാര്യം പിന്നെ പറയാം. എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത് അത് പിന്നെ പറയാം. ഓക്കെ. എന്നിട്ട് ഈ 1 ലക്ഷം രൂപ എവിടെ നിന്ന് പേ ചെയ്യും? ഞാൻ അന്ന് രാത്രി സ്റ്റാർ ഹെൽത്തിൻ്റെ സെൻട്രൽ ഓഫീസിൽ ബോംബെ, മദ്രാസ് ഒരു ബാംഗ്ലൂർ ആയിരുന്നു, ഇപ്പോൾ ഓർക്കുന്നില്ല. ഞാൻ വിളിച്ചു എൻ്റെ സിറ്റുവേഷൻസ് എല്ലാം പറഞ്ഞു. ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നിങ്ങൾ എനിക്ക് ആ പോളിസി എമൗണ്ട് തന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് രാത്രിയാണ് എൻ്റെ വീട്ടിൽ നിന്നും 25-30 കിലോമീറ്റർ അകലെയാണ് ഈ പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. ഇവിടുന്ന് എനിക്ക് വീട്ടിൽ പോകണം. ആൻഡ് ഇറ്റ്സ് എ സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദാറ്റ്. രാത്രി വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരാളുമില്ല. ദാറ്റ് വാസ് മൈ സിറ്റുവേഷൻ. ഈ ക്യാൻസർ പലതരത്തിലുണ്ട്. ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ തീർന്നു എന്നാണ്. പിന്നെ നമ്മളെ അകറ്റി നിർത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ ബന്ധുക്കളോടുമുള്ള ഉപദേശം, നമ്മളിപ്പം ഒരാളുടെ പാലുകാച്ചിനോ കല്യാണത്തിനോ അല്ല നമ്മൾ പോകേണ്ടത്. ഒരാൾ അസുഖമായി കിടക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ അവരെ വിസിറ്റ് ചെയ്യേണ്ടത്, അവരെ ആശ്വസിപ്പിക്കേണ്ടത്. ഒരു പാലുകാച്ചിനോ കല്യാണത്തിനോ പോയില്ല എന്ന് വെച്ച് വലിയ കുഴപ്പം വരത്തില്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിലൊരാൾ തീരെ ബുദ്ധിമുട്ട് വരുമ്പോൾ ബാക്കിയുള്ളവർ ചേർന്ന് അവരെ കൈപിടിച്ച് കൊണ്ടുവരിക. ഇക്കിഗായി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ അതൊന്ന് വായിക്കണേ. അപ്പോൾ സ്റ്റോറി ബാക്കിലോട്ട് വരികയാണ്. 1 lakh rupees പേ ചെയ്യണം. സ്റ്റാർ ഹെൽത്തിൻ്റെ ഓഫീസിൽ വിളിച്ച് ഞാൻ പറഞ്ഞു, ഹാറ്റ്സ് ഓഫ് ടു സ്റ്റാർ ഹെൽത്ത് പീപ്പിൾസ്. അവർക്ക് ഞാൻ കരയുക. കാരണം ഈ 1 lakh എങ്ങനെ പേ ചെയ്യും? ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വീട്ടിൽ വിളിക്കാൻ പറ്റുന്ന ആരുമില്ല. എൻ്റെ കുട്ടി 12 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ആ സമയത്ത്, 10 വയസ്സാണെന്ന് തോന്നുന്നു. അവനോട് വിളിച്ച് പറഞ്ഞാൽ അവന് പേ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഉള്ളത് വയസ്സായ അച്ഛനാണ്. എന്താ ചെയ്യുന്നത്? 1 lakh rupees സ്റ്റാർ ഹെൽത്ത് പേ ചെയ്തു. ഞാൻ രാത്രി 11 മണിയോടെ വീട്ടിൽ തിരിച്ചെത്തി. സോ ഞാൻ ഒരു 22 വർഷമായി ഞാൻ നേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പം ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളത് ഒരു അസുഖം നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മുടെ സാമ്പത്തിക നിലയെ തകർക്കും, നമ്മുടെ കുടുംബം ഇല്ലാണ്ടാക്കും, നമ്മളൊരു ആത്മഹത്യയിലേക്ക് എത്തും. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് പോളിസി എടുത്തു വെക്കുക എന്നുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് ഹെൽത്ത് പോളിസീസും ഉണ്ട്. ഏതെങ്കിലും ഒരു ഹെൽത്ത് പോളിസി നമ്മൾ മസ്റ്റായിട്ട് എടുക്കണം. ഇങ്ങനെ ഒരു ദുരിതത്തിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഹെൽത്ത് പോളിസി ഉണ്ടായിട്ട് പോലും ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഒരു ചെറിയ ക്യാൻസറാണ് വന്നത്, ചെറുതാണ് വന്നത്. പക്ഷെ ഇപ്പോഴും ഐ ആം ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് അനുഭവിച്ച ഒരാളുണ്ടായത് നിങ്ങളെല്ലാവരും തഴയും. തിരിഞ്ഞു നോക്കാൻ ഒരാളുണ്ടാകത്തില്ല, പരിഹാസങ്ങളുണ്ടാവും. നിങ്ങളുടെ സ്ട്രഗിൾസ് മറ്റുള്ളവർക്കൊരു കഥ മാത്രമാണ്, അനുഭവിക്കുന്നത് നിങ്ങളുമാണ്. സോ ബി പ്രിപ്പയർഡ്. നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കുക. അത്യാവശ്യം നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും.